Hello guys, welcome back to our channel. Oh, we need to talk, yeah. Ain't nobody force you for anything. You die. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും അതേപോലെ ഡെലിവറി ഒക്കെ അടുത്ത് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനായിരിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു സംശയമായിരിക്കും നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലെ ഹെയർ റിമൂവിനെ കുറിച്ചിട്ട്. അതിനെപ്പറ്റി ഒത്തിരി ഡൗട്ടുകളുള്ളവരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വജൈനൽ ഹെയർ നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമല്ല, അതിന് മുൻപാണെങ്കിലും. അല്ലെങ്കിൽ അവിടെ അണുബാധ വരാനൊക്കെ സാധ്യത ഏറെയാണ്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി അത് സെൻസിറ്റീവ് ആകും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായി ഒരു മുറിയോ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അണുബാധ വരാനുള്ള സാധ്യത ഏറെയാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ വജൈനൽ ഹെയറൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് രോമം നീക്കം ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, വെട്ടി നിർത്തിയ പിന്നെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കത്രിക വെച്ചിട്ട് വെട്ടി നിർത്തിയ അത് പെട്ടെന്ന് തന്നെ മുറി ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. എന്നാൽ കൂടുതൽ രോമ വളർച്ച ഉള്ളവരുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർ അത് റിമൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഈർപ്പം അവിടെ കെട്ടി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അതുമൂലം ഒരുപാട് അസ്വസ്ഥത വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെന്താ, നമ്മൾ പീരിയഡ്സ് ആയിരിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് രോമം വളർച്ച ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഓയിൽ, വെളിച്ചെണ്ണ അങ്ങനത്തെ നല്ല ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ഷേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഷേവിങ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വുമൺസിനുള്ള ഷേവിങ് സെറ്റിങ്സ് ഒരുപാട് അവൈലബിൾ ആണ്. ഡ്രിമ്മർ വെച്ചൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടി ഇതായി തോന്നുന്നത് ഷേവിങ് സെറ്റ് തന്നെ ആയിരിക്കും. അത് അലോവേര ജെല്ലിൻ്റെ ഷേവിങ് സെറ്റിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷേവിങ് സെറ്റിങ്സ് അവൈലബിൾ ആണ്. സോ അതിലത്തെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും ഇങ്ങനെ ചെയ്യാതെ ഏതെങ്കിലും ഒരു പൊസിഷനിലായിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ മുറി വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ നമ്മുടെ വജൈനൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ആ ഒരു റൈസർ വെച്ചിട്ട് വേറെ ഭാഗങ്ങളൊന്നും റിമൂവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുമൂലം അവിടെ ഇച്ചിങ്ങും അലർജി വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ വജൈനൽ ഹെയർ റിമൂവ് ചെയ്യാൻ യൂസ് ആകുന്ന റൈസർ മറ്റ് ഭാഗങ്ങളിൽ ഷേവ് ചെയ്യാൻ യൂസ് ആക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് സോപ്പോ ലോഷനോ യൂസ് ആക്കുന്നത് അത്ര വലിയ നല്ലതൊന്നുമല്ല. അതേപോലെ വി വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ആക്കുന്നത് അത്ര വലിയ നല്ലതല്ല. അത്യാവശ്യം വീര്യം കുറഞ്ഞ സോപ്പൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ആക്കുന്നതായിരിക്കും നല്ലത്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അതൊരു 3 month ഒക്കെ ആയപ്പോഴത്തെ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ വയറിൽ അറിയാമല്ലോ, ബേബി ഹാർട്ട് ബീറ്റൊക്കെ നോക്കും. അപ്പോൾ എന്തായാലും ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഹെയർ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും എന്നതാ അവിടെ പെട്ടെന്ന് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വീര്യം കൂടിയ സോപ്പ്, ലോഷൻ, വി വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഷേവ് ചെയ്യാതെ മാക്സിമം ശ്രദ്ധിക്കുക. വെട്ടി നിർത്തിയാലും മതിയാവും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു തന്നു എനിക്ക്. സോ അതാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഈ കാര്യമൊന്നും പറയാമെന്ന് വിചാരിച്ചത്. സോപ്പോ ലോഷനോ അങ്ങനെയൊക്കെ അത് യൂസ് ആക്കാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ഷേവ് ചെയ്യണമെന്ന് പറയുന്നത്, അവിടെ ഡ്രൈ ആയിട്ട് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഏറെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ബ്ലാക്ക് വരും, കറുത്ത നിറം, ഇരുണ്ട നിറം ആയിപ്പോവും. സോ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഓയിലോ കാര്യങ്ങൾ വെച്ചിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഡെലിവറി ഒക്കെ അടുക്കാറാകുമ്പോഴത്തേക്കും എല്ലാം ഷേവ് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ, അതോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഷേവ് ചെയ്തിട്ട് പോവാം, ഷേവ് ചെയ്യാതെയും പോവാം. ഞാൻ പറഞ്ഞ പോലെ
വെട്ടി നിർത്തിയിട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല പോലെ കൂടിയിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പില്ലാതെ നമുക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. സോ അങ്ങനെയൊന്നുമില്ല. മുന്നിലൊരു കണ്ണാടി വെച്ചിട്ട് നമുക്ക് തന്നെ നോക്കി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അതേപോലെ വെട്ടി നിർത്തണമെങ്കിൽ വെട്ടി നിർത്തിയിട്ട് പോവാം. അല്ലെങ്കിൽ ഫുൾ ഷേവ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഓയിലെല്ലാം തേച്ച് ഫുൾ ഷേവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യും. ചില ഹോസ്പിറ്റലിൽ ചെയ്തു തരും. മനസ്സിലായോ? ഇനിയിപ്പോൾ അതല്ല സി സെക്ഷനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ആ ഒരു ഹെയർ അവർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് തരും. അപ്പോൾ ഞാനൊക്കെ ഡെലിവറിക്ക് പോകുന്നതിൻ്റെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞതിൻ്റെയൊക്കെ 2 ദിവസം മുന്നേ ഷേവ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഡേറ്റിൻ്റെ മുന്നേ തന്നെ പെയിനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഹെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറുതായി വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അധികം ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല അവിടെ. അങ്ങനെയാണ് ഉണ്ടായത് എനിക്ക്. സോ നിങ്ങളും എന്തായാലും ഒരു 9 മന്ത് ഒരു 37 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിമൂവ് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് ഓയിലും കാര്യങ്ങളൊക്കെ തേച്ച് സൂക്ഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അവിടെ ഈ സമയത്ത് മുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് എന്തായാലും വിചാരിക്കാം. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വജീന ഭാഗത്തെ ഹെയർ റിമൂവിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എന്തായാലും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.